അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏലിയാമ്മ മുദ്രിതയായിരിക്കുന്നു. ജീവിപ്പവനാം ദൈവത്തിൽ അവദാനാമൃതഗാനങ്ങൾ മാമക ചീത്തവുമെന്നാവും മോദമൊടേവം പാടുന്നു. ജീവിപ്പവനാം ദൈവത്തിൽ അവദാനാമൃതഗാനങ്ങൾ മാമക ചിത്തവുമെന്നാവും മോദമൊടേവം പാടുന്നു. മോദമൊടേവം പാടുന്നു. ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോടി നിൽക്കുന്ന സഭയെ ഞങ്ങൾ നീ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നീ സത്യമായി നിങ്ങളെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമമ്മ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനേ, പരിപാവന ആനന്ദത്തിനേ, നിൻ കൃപകൾ തീരണമേ. വിശുദ്ധിയിൽ സംപ്രീതനായ വസിക്കുന്ന പരിശുദ്ധനുറവനും ബലവാനമർത്തനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിൻ്റെ ഫലിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവമാകും
വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും ആമേൻ. എന്റെ സഹോദരൻ ക്രിസ്തുപോലീസിക ഇങ്ങനെ നിലനിർത്തിയുള്ള വായന യേശുക്രിസ്തുവിന്റെ വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിൽ നിന്നുള്ളവരാണെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശങ്ങളുമാണ്. നമ്മുടെ ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ നബിദൂരാസേവേ മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവി തിരുമുമ്പിൽ മധുവായാതൊഴുകിടട്ടെ ഹല്ലേലൂയ
അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബേ, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവന് നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുന്നു. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന യവനം. നമ്മുടെ കഴിയുമ്പോൾ ഒരു വലിയ കുടുംബത്തിലാണ് സഭയാകുന്ന വലിയ കുടുംബത്തിലെ അംഗമായിട്ട് തീരുകയാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് കുഞ്ഞിലിപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ കുഞ്ഞിപ്പോൾ ദൈവത്തിൻ്റെ പുത്രിയായിട്ട് തീരുന്നു. സഭയാകുന്ന വലിയ കുടുംബത്തിലെ അംഗമായിട്ട് പ്രവേശിക്കുന്നു. പരിശുദ്ധാത്മാവായ കുഞ്ഞിലേക്ക് കടന്നു വരുന്നു. സ്വർഗീയ ഭരണകാലത്തിന് അവകാശിനിയായി തീരുന്നു. അങ്ങനെ ദൈവത്തിനായി തീരുന്ന, സ്വർഗരാജ്യത്തിന് അവകാശിനിയായി തീരുന്ന സഭയുടെ അമൗദ്യോഗികമായി തീരുന്നതായ ഈ കുഞ്ഞിൽ മാമോദിസ വഴി ഇത്രയേറെ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളതായ ഈ അത്ഭുതങ്ങളെ പറ്റി ഇപ്പോൾ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുകയാണ്. നമുക്ക് എല്ലാവർക്കും കർത്താവ് കൃപയുണ്ടാകുമെന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് അറിയിച്ച കർത്താവേ, മാമോദിസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രിയാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ മാംസം സ്വീകരിച്ച് വിനയത്തിന്റെ മാത്രം കാണിച്ചു തന്ന കർത്താവേ, ദൈവത്തിൽ നിറവേറ്റി ജീവിക്കാനുള്ള കൃപാവരം ഈ ദാസിക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ബോധത്തോടെ നൽകുകയും ചെയ്ത കർത്താവേ, പാവത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ ആലയമായി തീരാൻ ആഗ്രഹിച്ച് നീ നിന്റെ മകളെ തിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന്റെ പ്രകാശവും നാടിന് സേവന മാതൃകയുമാകുന്നതും ഈ ശിശുവിനെ വളർത്താൻ വേണ്ട കൃപാവരം ഇവളുടെ മാതാപിതാക്കളും ജ്ഞാനാന മാതാപിതാക്കളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിക്ഷപ്പെടുത്തി നാലുകാർ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കണ്ടാക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരടയുടെ കീഴിൽ ഒരാലയത്തിൽ വന്നു ചേരുന്ന നിന്റെ രക്ഷാകരദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പ്രയോഗം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാമം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ശേഷിക്കുന്നവരെയും രക്ഷിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. എല്ലാവരും നാമം സമർപ്പിച്ചു. എല്ലാവരും നാമം സമർപ്പിച്ചു. സഹോദരേ, ദൈവം ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദീസയുടെ പരിഗണനത്തിനടുക്കമായി പ്രാർത്ഥിക്കാൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയുടെ ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയ അന്വേഷിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കാൻ വേണ്ടി സ്വീകരിക്കുകയും ഈ ഭൂദാശ സകലത്തിന്റെയും നാമധേയം നമ്മുടെ സ്നേഹവും പരിശുദ്ധമായ സംസർഗവും ഉണ്ടായി ഇപ്പോഴും നിങ്ങളുടെ ധ്യാനത്തിലേക്ക് ഉയരട്ടെ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ അങ്ങയുടെ പരിശുദ്ധമായ ആശീർവദിക്കുമാറാകട്ടെ. ആരാധ്യമായ നാമത്തിൽ ഈ ഞങ്ങൾക്ക് ജീവൻ അങ്ങയുടെ ഞങ്ങൾക്ക് പരിപൂർണമായ അവിടുത്തെ ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും പാപമോചകമായ മാമോദീസായി അമൃതയുടെ അടയാളമാകുവാൻ ഈ കൈ അനുഷ്ഠിത മൂലങ്ങളുടെ മുദ്രമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരങ്ങൾ തുടരുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ അവർ താമസിക്കുന്ന നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ ദൈവത്തോട് വളർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ തൈലങ്ങളുടെ ചെയ്യപ്പെടുന്നു. തലവെട്ടും കൈ അവർക്ക് പിടിച്ചോണ്ടാവും. നാമത്തിൽ
നമ്മുടെ ലഭിച്ചതായ ഒരു ജനനമാണ്. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗത്വം